ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12 ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ വരെ പഠിച്ചു നിർത്തിയത് നമ്മുടെ ഡിറ്റർമിനൻസ് ഉപയോഗിച്ച് ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ ഇക്വേഷൻസ്, പിന്നെന്താ ഒരു പോയിന്റിൽ അല്ലെ ഒരു ലൈനിൽ വരുന്ന 3 പോയിന്റ്സ്, അതായത് 3 പോയിന്റുകൾ കൊളീനിയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പിന്നെ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്, അതൊക്കെയാണ് നമ്മൾ പ്രീവിയസ് വീഡിയോ വരെ നമ്മൾ ചെയ്ത് നിർത്തിയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള അടുത്ത ചോദ്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് 3, 8, -4, 2 and 5, 1. നമുക്ക് ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ വെർട്ടിസസിനെ നമുക്ക് നെയിം ചെയ്യണ്ടേ? x1, y1, x2, y2, x3, y3. നമുക്ക് ഈ 3 വെർട്ടിസസിനെ ഒന്ന് നെയിം ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? x1, y1 എന്ന് നമുക്ക് 3, 8 കൊടുക്കാം. x2, y2 ഈക്വൽ ടു -4, 2, x3, y3 എന്നുള്ളത് നമുക്ക് 5, 1 കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 3 വെർട്ടിസസിനെ നെയിം ചെയ്തു. ഇനി നമ്മളുടെ ഏരിയ ഓഫ് ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എന്താണ്? x1, y1 1, x2, y2 1, x3, y3 1. ഇതാണ് നമ്മളുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. ഇനി ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ നെയിം ചെയ്ത് വെച്ച് x1, y1, x2, y2, x3, y3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 3, 8, 1 അല്ലേ? x1, y1 എന്ന് പറയുന്നത് 3, 8 ആയിരുന്നു. അടുത്തത് -4, 2, 1, പിന്നുള്ളത് 5, 1, 1. അപ്പോൾ നമ്മൾ x1, y1, x2, y2, x3, y3 എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ടാണ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഈ 1/2 എന്ന് പറയുന്നത് എല്ലാത്തിനും കോമൺ ആയതുകൊണ്ട് നമ്മൾ ഇനിയുള്ളത് എല്ലാം ബ്രാക്കറ്റിലാണ് എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ ഉപയോഗിച്ചാണ് ഞാൻ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 3 ഇൻറ്റു 3 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ടുള്ള 4 എലമെൻറ്റുകൾ എടുത്ത് എഴുതുക. 2, 1, 1, 1. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും പ്ലസും മൈനസും വരുന്നത്. ഇപ്പോൾ ഇവിടെ പ്ലസ് ആണെങ്കിൽ അടുത്ത് എന്താണ്? മൈനസ്. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 8 ഇൻറ്റു 8 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ടുള്ള 4 എലമെൻറ്റുകൾ എഴുതുക. -4, 1, 5, 1. അപ്പോൾ പ്ലസ് മൈനസ് അടുത്തത് എന്താണ്? പ്ലസ് ആണ്. ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് എലമെൻറ്റ് 1 ഇൻറ്റു 1 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 4 എലമെൻറ്റുകൾ എന്തൊക്കെയാണ്? -4, 2, 5, 1. ഓക്കെ, അപ്പോൾ നമ്മളതെല്ലാം എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 2/2 മെട്രിക്സിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരെ തമ്മിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്ത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്താൽ മതിയല്ലോ. വെച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 3 ഇൻറ്റു 2 - 1, 1. അടുത്തത് -8 ഇൻറ്റു -4, -5, -9 പ്ലസ് 1 ഇൻറ്റു -4, -10, -14. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 3 ഇൻറ്റു 1, 3 തന്നെ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. 9 ഇൻറ്റു 8, 72. പ്ലസ് ഇൻറ്റു മൈനസ് -1 ഇൻറ്റു 14, 40. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 72 പ്ലസ് 3 എത്രയാ? 75 മൈനസ് 14. 75 - 14 എന്ന് പറയുന്നത് 61 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 61. അപ്പോൾ നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് എത്ര കിട്ടുന്നത്? 61/2 സ്ക്വയർ യൂണിറ്റ്സ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ട്രയാങ്കിളിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും യൂണിറ്റ് എഴുതിയിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ വെർട്ടിസസ് തന്നിട്ട് ഡിറ്റർമിനൻറ്റ് ഉപയോഗിച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കുന്നതിൽ ഒരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്തത്. പ്രീവിയസ് വീഡിയോസിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രോബ്ലവും കൂടി ഇതിൻ്റെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ -2, 4, 2, 6 and 5, 4. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ 3 വെർട്ടിസസിനെ നെയിം ചെയ്യാം. x1, y1 എന്ന് പറയുന്നത് -2, 4. x2, y2 എന്ന് പറയുന്നത് 2, 6. പിന്നുള്ളത് x3, y3 അല്ലേ? x3, y3 എന്ന് പറയുന്നത് 5, 4. ഓക്കെ, അപ്പോൾ നമ്മൾ 3 വെർട്ടിസസിനെയും നെയിം ചെയ്തു. ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷനും കൂടെ എഴുതാം.
ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു half into determinant of x1 y1 1 x2 y2 1 x3 y3 1. ഇതാണ് നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഇതിലേക്ക് നമുക്ക് x1 y1 x2 y2 x3 y3യുടെ വാല്യൂസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് -2 4 1 2 6 1 5 4 1. അപ്പോൾ നമ്മൾ x1 y1 x2 y2 x3 y3യുടെ വാല്യൂസ് നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ടാണ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 എന്ന് പറയുന്നത് ഇതിന് കോമൺ ആയതുകൊണ്ട് നമ്മളിനി എഴുതുന്നത് ബ്രാക്കറ്റിലായിരിക്കും എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് -2 ഇൻറ്റു -2 ഉള്ള റോയും കോളം ഒഴിവാക്കിയിട്ടുള്ള 4 എലമെൻറ്റുകൾ എടുത്ത് എഴുതുക. 6 1 4 1. 3/3 മെട്രിക്സിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ മാറും. ആദ്യത്തെ പ്ലസ് ആണെങ്കിൽ രണ്ടാമത്തത് മൈനസ് ആയിരിക്കും. ഈ മൈനസ് എന്ന് പറയുന്നത് 2ൻ്റെ കൂടെയുള്ള മൈനസ് ആണ്, നമ്മൾ ഇട്ട് കൊടുത്താന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ആ ടേം അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുവാണ്, നമ്മളായിട്ട് ഇട്ട് കൊടുത്ത മൈനസ് അല്ല. ഇത് പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, അതായത് നമ്മൾ എഴുതിയത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലസ് ആണെങ്കിൽ പിന്നെ വരുന്നത് മൈനസ്. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 4 ആണ്. 4 ഇൻറ്റു 4 ഉള്ള റോയും കോളം ഒഴിവാക്കിയിട്ടുള്ള 4 എലമെൻറ്റുകൾ എടുത്ത് എഴുതുക. 2 1 5 1. അടുത്ത മൈനസ് ആയിരുന്നെങ്കിൽ അടുത്തത് പ്ലസ്. ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് എലമെൻറ്റ് 1 ഇൻറ്റു 1 ഉള്ള റോയും കോളം ഒഴിവാക്കിയിട്ടുള്ള 4 എലമെൻറ്റുകൾ 2 6 5 4. അപ്പോൾ നമ്മളതെല്ലാം എടുത്തെഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? അടുത്ത സ്റ്റെപ്പിൽ ഈ 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അവരെ തമ്മിൽ മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്ത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മാത്രം മതി. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു -2 ഇൻറ്റു 6 - 4 എന്ന് പറയുന്നത് 2 -4 ഇൻറ്റു 2 - 5 എന്ന് പറയുന്നത് -3 പ്ലസ് 1 ഇൻറ്റു 8 - 30 എന്ന് പറയുന്നത് -22. ക്ലിയർ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു -2 ഇൻറ്റു 2 -4 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4 ഇൻറ്റു 3 12 പ്ലസ് ഇൻറ്റു മൈനസ് -1 ഇൻറ്റു 22 22. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു -4 -22 എന്ന് പറയുന്നത് -26 പ്ലസ് 12 എന്ന് വരും. -26 പ്ലസ് 12 എന്ന് പറയുന്നത് എത്ര വരും? 1/2 ഇൻറ്റു -14 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിന് ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതിയല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു -14/2 വിച്ച് ഇസ് ഈക്വൽ ടു 14/2 എത്രയാണ്? 7. അപ്പോൾ -7 സ്ക്വയർ യൂണിറ്റ്സ് എന്നായിരിക്കും നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ, അതായത് വെർട്ടിസസ് കിട്ടിയാൽ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്നുള്ള 2 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് K4 2 - 6 ആൻഡ് 5 4 is 35 സ്ക്വയർ യൂണിറ്റ്സ്. ഈ ക്വസ്റ്റ്യനിൽ എന്താ? നമുക്ക് ഓൾറെഡി ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് ഈ കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ചെയ്യുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഒരു വ്യത്യാസമേ ഉള്ളൂ, നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു 35 ഇട്ട് എഴുതി നമ്മൾ പോകും. ലാസ്റ്റ് നമുക്ക് കെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് ഈ വാല്യൂസൊക്കെ ഒന്ന് എടുത്ത് എഴുതാം. അപ്പോൾ x1 y1 എന്ന് പറയുന്നതാണ് K4, x2 y2 എന്ന് പറയുന്നത് 2 - 6, x3 y3 എന്ന് പറയുന്നത് 5 4. ഓക്കെ, ഇനി നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു half into determinant of x1 y1 1 x2 y2 1 x3 y3 1. ഇതാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ. ഇനി ഇതിലേക്ക് x1 y1 x2 y2 x3 y3 ആ വാല്യൂസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ half into determinant of K4 1 2 - 6 1 5 4 1. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ടാണ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെപ്സ് ഞാനങ്ങ് എഴുതുവാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് റോ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള വാല്യൂ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്?
ഈ 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരെ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു k ഇൻറ്റു -6 ഇൻറ്റു 1 -6 മൈനസ് 4 ഇൻറ്റു 1 4 മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 1 2 മൈനസ് 5 ഇൻറ്റു 1 5 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 4 8 മൈനസ് 5 ഇൻറ്റു -6 മൈനസ് 30. ഓക്കെ അല്ലേ? ഇനി നമുക്കിത് സോൾവ് ചെയ്താൽ മതിയല്ലോ. എല്ലാത്തിലും നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാനായിട്ട് മറക്കരുത് കേട്ടോ. എല്ലാത്തിലും ഈക്വൽ ടു 35 എഴുതി വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു k ഇൻറ്റു -6 - 4 എന്ന് പറയുന്നത് എത്ര വരും? -10 മൈനസ് 4 ഇൻറ്റു 2 - 5 എത്ര വരും? -3 പ്ലസ് 1 ഇൻറ്റു ഈ പ്ലസും സോറി മൈനസ് എന്താകും? പ്ലസ് ആകും. അപ്പോൾ 8 + 30 38 which is equal to 35. Okay, which is equal to half into k into -10 minus 10k minus into minus plus 4 into 3 12 plus 1 into 38 equal to 35. ഓക്കെ അല്ലേ? ഈ 1/2 ഈ ബൈ 2 എന്ന് പറയുന്നത് നമുക്ക് നേരെ ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ -10k പ്ലസ് 12 പ്ലസ് 38 ഈക്വൽ ടു ഇവിടെ 2 ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പോൾ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഇൻറ്റു ആയിട്ട് മാറും. 35 × 2 -10k 38 + 12 എന്ന് പറയുന്നത് എത്ര വരും? 50 വരും. പ്ലസ് 50 ഈക്വൽ ടു 35 × 2 70. അടുത്ത സ്റ്റെപ്പിൽ 15 ഇപ്പുറത്ത് കൊണ്ടുവന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ -10k ഈക്വൽ ടു 70 -50. ഇവിടെ പ്ലസ് ആയിരുന്നു, ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ അത് മൈനസായി. അപ്പോൾ -10k ഈക്വൽ ടു എത്ര കിട്ടി? 20. ഇനി k കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? -10 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 20/-10 വിച്ച് ഇസ് ഈക്വൽ ടു കെയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? -2. കണ്ടോ? എളുപ്പമായിരുന്നില്ലേ? നമ്മുടെ ഏരിയ കണ്ടുപിടിക്കുന്നതിൻ്റെ, ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിൻ്റെ അതേ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്താൽ മതി. ഒരു വ്യത്യാസമേ ഉള്ളൂ, നമുക്കിവിടെ ആൻസർ നേരത്തെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ 3 പ്രോബ്ലംസ് ആണ് ചെയ്തത്. ട്രയാങ്കിളിൻ്റെ ഏരിയയുമായിട്ട്, അതായത് ഡിറ്റർമിനൻറ്റ് ഉപയോഗിച്ച് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചെയ്ത 3 പ്രോബ്ലംസും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.